എല്ലാവർക്കും ഹൽക്കൻ സ്വാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായി വൈഫിൻ്റെ ഫിറ്റ്നസ് ജേണി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും നാളെന്താ സ്റ്റാർട്ട് ചെയ്യാമെന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫീഡിങ് ആയിരുന്നു. ഫീഡിങ് ഉള്ളത് കൊണ്ട് എന്തായാലും ഡയറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പം ഇവിടെ വന്നപ്പോൾ ഡയറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡയറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണുള്ളൂ. അത്ര വലിയ ഡയറ്റൊന്നുമല്ല, ഹെൽത്തി ആയ ഡയറ്റാണ്. അപ്പോൾ ഇത്ര നല്ല ഡയറ്റ് കൊടുക്കാണ്ടിരുന്നത് ഫീഡിങ് ഉള്ളതുകൊണ്ടാണ് കൊടുക്കാണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തു. എത്ര ദിവസമായി ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ട്? 4 ദിവസം. 4 ദിവസമായി. ഇന്നേക്ക് 4 ദിവസമായി. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇവർക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ നോർമലി എൻ്റെ ക്ലയൻസിനൊക്കെ ഞാൻ മിക്സ് വർക്കൗട്ടാണ് കൊടുക്കാറ്. ഇവർക്ക് ഞാൻ മിക്സ് അല്ല കൊടുക്കണം. ഇവർക്ക് ഇതെൻ്റെ ഒരു ടെസ്റ്റാണ് കൊടുക്കണം. ലൈറ്റായിട്ട് ഇന്ന് ഫസ്റ്റ് ലെഗ് വർക്കൗട്ട് ഞാൻ കൊടുക്കണം. ചെറിയത് മെഷീൻ വർക്കൗട്ടൊന്നുമില്ല, ഫുള്ള് ബോഡി വെയിറ്റാണ്. ഇതിൽ ഇവള് വർക്കൗട്ട് ചെയ്ത് നാളെ കരച്ചിലും പേച്ചിലും മോങ്ങലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്ത് പോകുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇന്നത്തോടെ ഈ ജിമ്മ് കൂടെ നിർത്താണ്. അപ്പം ലെഗ് കൊടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എറ്റുന്നടി കാല് തീരെ സ്ട്രോങ് അല്ല. സാധാരണ സ്ത്രീകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ദൈവം കാല് അവർക്ക് വാരിക്കോരി കൊടുത്തേക്കണം. നമ്മൾ ആണുങ്ങളെ പോലെ ഒന്നുമല്ല. നമ്മൾ ചത്ത് കിടന്ന് വൈറ്റൊക്കെ അടിച്ചാലാണ് നമുക്ക് നല്ല ലെഗിന് നല്ല മസിൽസ് കിട്ടുള്ളൂ. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് ക്യാരിങ് ഒക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് ഒരു ഗർഭസ്ഥ ശിശുവിനൊക്കെ വഹിക്കാനുള്ളതുകൊണ്ട് ലെഗിന് തൈസ് കാവ്സ് എന്നൊക്കെ പറഞ്ഞ ദൈവം കനിഞ്ഞനുഗ്രഹിച്ചേക്കണം. അതുപോലും അവർക്കില്ല. ഇവൾക്ക് നല്ല മിക്ക പെണ്ണുങ്ങൾക്കില്ല. അപ്പോൾ അവരതായിട്ട് പൊരുത്തപ്പെട്ട് പോകലാണ് പതിവ്. പക്ഷെ അങ്ങനെയല്ല വേണ്ട. ഇപ്പം പെണ്ണുങ്ങളുടെ കാലിനാണ് ഇത് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ദൈവം കൊടുത്തേക്കണം ആണുങ്ങളെക്കാൾ. അത് ഇവർക്ക് മനസ്സിലാവില്ല, പക്ഷെ ആണുങ്ങൾക്ക് ചിലർക്ക് മനസ്സിലാവും. നമുക്കിപ്പോൾ ഇപ്പം എൻ്റെ കൊച്ച് ഇപ്പോൾ അവനൊരു ഏതപ്പനാണെങ്കിൽ 10-13 കിലോ ഉണ്ട്, ഡോണൊരു 10 കിലോ ഉണ്ടാവും. ഒരു 5 മിനിറ്റ് പോലും എനിക്ക് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. എനിക്ക് ഒന്നില്ലെങ്കിൽ കാല് വേനെടുക്കും അല്ലെങ്കിൽ കൈ വേനെടുക്കും. നീ അത് ആ കൊച്ചിനെ ഹോൾഡ് ചെയ്ത് എന്തൊക്കെ ചെയ്യും? ഞാൻ എല്ലാ പണിയും ചെയ്യും. അടിച്ചു വാരും, തുടയ്ക്കും, കറി വെക്കും, എല്ലാം കുമ്പിട്ടോ കിടന്നോ എന്തൊക്കെ ചെയ്യാൻ അതൊക്കെ നമ്മൾ ചെയ്യും. അപ്പം ഞാൻ കണ്ടെങ്ങനെ അപ്പം അമ്മയ്ക്ക് 50 വയസ്സ് കഴിഞ്ഞല്ലേ? 50 വയസ്സായ അമ്മ ഏതപ്പനെ എടുത്തുകൊണ്ട് തുണി വിരിക്കും, ഇപ്പോഴും ചെയ്യും. ഒരു 4-5 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് എടുത്തുകൊണ്ട് നിൽക്കും അമ്മ. ഇവളും നിൽക്കും 2-3 മണിക്കൂറൊക്കെ. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ പെണ്ണുങ്ങളെ ആണുങ്ങളെ വെച്ച് നോക്കുമ്പോൾ ആണുങ്ങളെക്കാളും കാൽ മസിൽ സ്ട്രോങ് ആയിട്ടുള്ള പെണ്ണുങ്ങൾക്കാണ്. ആണുങ്ങൾക്ക് അത്ര ഇല്ല. പക്ഷെ ആനയുടെ വലിപ്പം ആനയ്ക്ക് അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഇവരുടെ വലിപ്പം ഇവർക്ക് അറിയില്ല. പക്ഷേ ഏറ്റവും പെട്ടെന്ന് വീക്കാവണതും ഇവരുടെ കാലില്ല. കാരണം എന്താ? ഇവരാരും ഈ ചുമരിൻ്റെ അകത്തിരിക്കുന്ന ആൾക്കാരാണ്. കാല് സ്ട്രെങ്തൻ ചെയ്യാനോ അതിന് വേണ്ടിയിട്ട് സ്ട്രെങ്തനിങ് വർക്കൗട്ട് ചെയ്യാനോ എന്ന് ഇവർക്കറിയില്ല. അതാണ് മെയിൻ പ്രശ്നം. ഈ പ്രസവം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പ്രസവം കഴിഞ്ഞപ്പോഴാണ് ഇവൾക്ക് മനസ്സിലായത്. ഇവളുടെ വിചാരം പ്രായമായിക്കൊണ്ടിരിക്കുന്നതാണ്. പ്രായമാവണമെന്നല്ല. ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഏകദേശം ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു 2.5 കിലോ ഭാരം വരുന്ന വെയിറ്റ് ഒക്കെ അപ്രോക്സിമേറ്റ് ഉണ്ടാവൂലേ? 2.5 കൂടുതലുള്ള കുഞ്ഞുങ്ങളെ അത് വെച്ചിട്ട് 8-9 മാസം നടക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പരിപാടിയല്ല. നമ്മൾ ആണുങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഒരു 2 കിലോ വെയിറ്റുള്ള ഭാരം വെച്ചിട്ട് ജിമ്മിൽ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുക എന്നല്ലാണ്ട് കണ്ടിന്യൂസ് ഭാരം തോന്നി നടക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് ദൈവം പ്രസവം എന്നൊരു പരിപാടി പെണ്ണുങ്ങളെ കൊടുത്താണ്. ആണുങ്ങളെ കൊണ്ടത് ജമ്മത്തി നടക്കുമെന്ന് എനിക്ക് തോന്നല്ല, എന്നെ കൊണ്ടും പറ്റില്ല. അപ്പം ആ വീക്ക് മസിലാണ്. ഇപ്പം എൻ്റെ ഭാര്യയുടെ വീക്ക് മസിൽ എന്ന് പറഞ്ഞാൽ ലെഗാണ്. ഇപ്പം അവൾക്ക് ലെഗിന് വെയിറ്റ് കുറവായത്. അതായത് ഇപ്പം അവളുടെ വെയിറ്റ് ഇപ്പം 44-50 50 കഴിഞ്ഞപ്പോൾ അവ ബോഡി വെയിറ്റ് പോലും താങ്ങാൻ അവളുടെ കാലിന് പറ്റില്ല. പള്ളിയിലൊക്കെ പോയി നിൽക്കുമ്പോൾ എന്താ അവസ്ഥ എന്ന് പറഞ്ഞേ? എനിക്ക് നിൽക്കാൻ അധികം നേരം നിൽക്കാൻ പറ്റില്ല. അധിക നേരം വെയിറ്റ്, അതായത് കുറെ നേരം നിന്നിട്ട് എനിക്കൊന്നും ചെയ്യാനൊന്നും കാലിന് താങ്ങാൻ പറ്റുന്നില്ല, അപ്പർ ബോഡി താങ്ങാൻ പറ്റുന്നില്ല. ഇതാണ് മിക്ക സ്ത്രീകളുടെ പ്രശ്നം. ഇരുന്നിട്ട് ചമ്പരം പടിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ മുട്ടിൻ്റെ ഇവിടെ വേനെടുക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിൻ കാരണം ലെഗ് സ്ട്രെങ്തൻ ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് വർക്കൗട്ട് ലെഗ് സ്ട്രെങ്തൻ ചെയ്യാവുന്ന രീതിയിൽ വാമപ്പ് ലെഗിൻ്റെ കുറച്ച് വർക്കൗട്ട് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. മേ ബി ചിലപ്പോൾ ഒരു 30 മിനിറ്റ്സ് കൊണ്ട് തീരും എന്തായാലും. അത് ഇവള് പെർഫെക്റ്റായിട്ട് ചെയ്ത് പാസ്സാവുകയാണെങ്കിൽ മാത്രം നാളെ മുതൽ കണ്ടിന്യൂ വർക്കൗട്ട് കൊടുക്കുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നാളെ ഇരുന്ന് ബെഡിൽ ഇരുന്നിട്ട് തേങ്ങലും മോങ്ങലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പരിപാടിയോടെ ഞാൻ അവസാനിപ്പിക്കും. ഇത് കണ്ടിന്യൂ പോവില്ല. ഇവൾക്ക് താല്പര്യം വേണം. ഞാൻ മുമ്പ് ജിമ്മിൽ പോയതല്ലേ? നീ മുമ്പ് ജിമ്മിൽ പോയ പോലത്തെ അല്ല ഞാൻ കൊടുക്കണം. നോ പെയിൻ നോ ഗെയിൻ ആണ്. അപ്പോൾ ഇതിനൊക്കെ നീ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് തയ്യാറാണ്. ഇന്ന് മുതൽ ഇവളുടെ ബോഡി റെസൊല്യൂഷൻ അതാണ്. ബോഡി ടോൺ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഇവളും ഓക്കെയാണ്.
മെന്റലി ഓക്കെയാണ്, ഫിസിക്കലി ഓക്കെയാണ് നമ്മൾ പറയുന്നത്. എത്രത്തോളം അതെ അതെ ഫിസിക്കലി എനിക്ക് ഓക്കെ ഇത്രയും നാള് ഫീഡിങ് ഉള്ള കാരണം മാത്രമുള്ള ഒരു പ്രശ്നം ഉണ്ടായുള്ളൂ. ഇപ്പൊ ഞാൻ മൊത്തത്തിലൊന്ന് ഫ്രീ ആയി ആ വന്നു. ന്യായം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഫീഡിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഡയറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം 44-50 കിലോ ആയി. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 55 kg ആക്കണം. എനിക്ക് 55 kg ആക്കിയിട്ട് അതിൽ നിന്ന് നല്ല രീതിക്ക് ബോഡി ടോൺ ചെയ്യണം, ലെഗിന് കുറച്ച് സ്ട്രെങ്തിന് വർക്ക് കൊടുക്കണം, ലെഗ് കുറച്ച് സൈസ് ആക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത്. ഓക്കെ ഓക്കെ അപ്പോൾ ഫസ്റ്റ് വാമപ്പ് ചെയ്തോ, നോക്കിക്കോട്ടെ. കഴുത്ത് പതുക്കെ തിരിച്ചാൽ മതിയേ. നോക്കിയേ, ഒരു 10 എണ്ണം റൈറ്റിലേക്കും ഒരു 10 എണ്ണം ലെഫ്റ്റിലേക്കും പോട്ടെ. ഒരുമിച്ചല്ല, ഒരെണ്ണം തിരിക്കുക ആദ്യം. 1 2 3 4 5 6 കണ്ണടയ്ക്കണ്ട. 7 8 9 10. ഇനി തിരിച്ച് ഓപ്പോസിറ്റ് കിടക്ക്. അതല്ല കണ്ണടക്കിരുന്ന് പറഞ്ഞ. 2 3 4 5 6 7 8 9 10. മുടി അപ്പുറത്തേക്ക് മൈക്ക് മുകളിലും. ഓക്കെ, സ്ട്രൈറ്റ്. 1 2 3 4 5 6 7 8 9 10. കൈ ഷോൾഡറിൽ വയ്ക്കും. ഓക്കെ, ബാക്കോട്ട് ഒരു 10 എണ്ണം. 1 2 3 4 5 6 7 8 9 10. തിരിച്ച് 1 2 3 4 5 6 7 8 9 10. കൈ ബാക്കോട്ട് ഇറങ്ങിക്കോ. 1 2 3 4 5 6 7 8 9 10. തിരിച്ച് 1 2 3 4 5 6 7 8 9 10. സ്ട്രൈറ്റ്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, 1 2. സ്ട്രോങ് ആയിട്ട് ചെയ്തു. നീ പതുക്കെ ഞാൻ പതുക്കെ ചെയ്ത് മൈക്കണം കണ്ടിരിക്കണ. 4 ശരി. 5 6 7 8 9 10. ഓക്കെ, അടുത്തത് ഈ സൈഡിലേക്ക് വന്നു. ഓക്കെ, സോറി, അതല്ല, ഹിപ്പ് റൊട്ടേറ്റ് ചെയ്ത്. 1 2 3 4 5 6 7 8 9 10. തിരിച്ച് 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ലെഗ് ക്ലോസ് ചെയ്ത് വെച്ചോ. ഓക്കെ, ഉണ്ടോ, നേരെ റൈറ്റിലേക്ക് പിന്നെ ലെഫ്റ്റിലേക്ക് പോട്ടെ. 1 നല്ല ബോധം. 1 2 3 4 5 6 7 8 9 10. ഓപ്പോസിറ്റ്. 1 2 3 4 5 6 7 8. ഇങ്ങനെ പഠിക്കുന്നത്. 9 10. ഓക്കെ, ഇനി അടുത്തത് കാല് വൈഡ് വയ്ക്കാം. ഓക്കെ, ഉണ്ടോ, ഇതിപ്പോൾ ഇന്നലെ ലെഗ് അടിച്ചുകൊണ്ട് എനിക്ക് അത്ര പറ്റില്ല, പക്ഷേ ഓക്കെ. 1 2 3 ഷൂല് ടച്ച് ചെയ്യണം, താരയിലല്ല. കൈ ഷൂവിലോട്ട് വരണം. ഇങ്ങനെയല്ല നീ പറഞ്ഞേ. കൈ ഷൂവിലോട്ട് വരണം. ഒരു കൈ ഇങ്ങനെയോ? ഇതണ്ട. ഓ അങ്ങനെ. ഓക്കെ, 1 2 3 1 2 3 4 5 6 7
8 9 10 10 കൂടി അതിപ്പോൾ 5 ആയുള്ളൂ. 1 2 3 4 5 6 7 8 9 10. ഞാൻ അടുത്ത ശ്രദ്ധിച്ചുണ്ടോ? ഓക്കെ, ദേ കാല് വൈഡ് വെച്ചു. ഗൈസ്, ഇത് വാമപ്പ് സെഷനാണ്. ഇത് മിക്കവരും സ്കിപ്പ് ചെയ്യുന്ന സംഭവമാണ്. നമുക്ക് ഇഞ്ചുറീസ് വരാണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മൾ വാമപ്പിന് മാറ്റി വയ്ക്കണം. ഇപ്പം ഞാൻ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ട് 18 വർഷമായി. ഇന്ന് വരെ എൻ്റെ ഒരു ഇഞ്ചുറി എന്താണെന്ന് ഞാൻ അറിഞ്ഞില്ല. കാരണം കറക്റ്റ് പ്രോപ്പർ വാമപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമ്മൾ അറിയാത്തത്. ചിലർ വരും, കൈ കറക്കും, 2 പുഷപ്പ് അടിക്കും, വാമപ്പ് ചെയ്യാണ്ട് നേരെ പോയി വർക്കൗട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഷോൾഡർ ഇഞ്ചുറി ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. ഇഞ്ചുറീസ് വരാണ്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും പെർഫെക്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാമപ്പുകളെ പഠിപ്പിച്ചാണ് കൊടുത്തത്. നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. വാമപ്പ് മസ്റ്റാണ്. ഒരു 10 മിനിറ്റേലും ചെയ്തില്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല. ഓക്കെ, ഇത് നോക്കട്ടെ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. 1 2 3 4 5. 5ൽ 12 കേട്ടോ. കലവേടാക്ക്. ഓക്കെ, 1 2 3 4 മുട്ടിക്കണോ? 5. യെസ്, താഴെ മുട്ടണം. 1 എവിടെ? 1 ഇവിടെ. 1 2 3 ഇവിടെ. 3 4 5. അടി. 1 2 3 4 5. 3 ബാക്കി അടി. 1 2 3 4 5. നടു നിവരണം. നടു. ഓക്കെ, 5. 1 2 3 4 5 പോട്ടെ. 1 2 3 4 താഴട്ടെ. 6. ഇത്ര ബുദ്ധിമുട്ട് നിനക്ക്? 2 3 4 7 8 9. കാല് ബെൻഡാക്കാനല്ല പറഞ്ഞത്, നടു ബെൻഡ്. ആ സമയത്ത് എളുപ്പപ്പണി കാണിക്കാണ്ട്. ബാക്കിയടി. എവിടെ? ഈ സാധനത്തിനകത്ത് ഇത് ചെയ്യാനാ പറഞ്ഞത്. നീ അത് ചെയ്യാൻ ഇറങ്ങി. ഇങ്ങനെയാ ഇത് ബെൻഡ് ചെയ്യണ്ടെന്ന് കണ്ട. അതെ, അപ്പൊ ഇവിടെ പിടിക്കണം. എനിക്കത് ബെൻഡ് ചെയ്യാണ്ട് പറ്റില്ല. ആ ബെൻഡ് ചെയ്യാണ്ട് അതല്ല ചെയ്ത് വരണേ. എന്നിട്ട് നടു നിർത്ത്. എല്ലാത്തിലേക്ക് എളുപ്പപ്പണിക്ക് പോകണ്ട്. താഴ്. അത്രയും കാല് വൈഡ് വെക്കണ്ട. മുട്ടുമടങ്ങാണ്ടിരിക്കുള്ളൂ. ചെയ് ശരിയായിക്കോളൂ. കയ്യറയില്ലേ? ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ വാമപ്പ് സെഷൻ ഓൾറെഡി കഴിഞ്ഞിട്ടോ. വാമപ്പ് കഴിഞ്ഞു. ചെറുതായിട്ട് പുഷപ്പ് ഒന്ന് അടിക്കാൻ എന്തായാലും ഇവിടെ കൊണ്ട് പറ്റില്ല. താഴ്ത്താ അടിക്കും. ഇപ്പല്ല. അപ്പോൾ അതല്ലേ ഞാൻ പറഞ്ഞാൽ പറ്റില്ല. എനിക്കറിഞ്ഞ ഇവിടെ പറ്റില്ല. തൽക്കാലം വാളിൽ ഞാൻ തരാം. വാളിൽ ചെയ്യും. ഹാഫ് പുഷപ്പ് അടിച്ചാൽ മതി. ബാ, ഈ വാളിൽ ഞാൻ കാണിച്ചു തരും. കുറച്ച് ചെസ്റ്റിൻ്റെ അളവിൽ കൈ വയ്ക്കുക. ഓക്കെ, വയ്ക്കുക. ഒരു ഫിംഗർ എടുക്കുക. 1 2 3. ചെസ്റ്റിന് നേരെ കൈ വെച്ചു. അപ്പം ഞാൻ ഇവിടെ തന്നെ വെച്ചാൽ മതി. ഒരു കൈ കൂടെ എടുക്കുക, അടിക്കുക. കൈ കുറച്ച് ബാക്കിലൊക്കെ വെച്ചു. ഓക്കെ, 10 20 × 3 അടിക്കണം. അടി. നിൽക്കുന്നു. അടിക്കാൻ നോക്കട്ടെ. അടിക്ക്. കൈ ഇങ്ങനെ ചെസ്റ്റിന്റെ കൈ ആദ്യം മുട്ടിച്ച് വെക്കല്ലേ ഞാൻ പറഞ്ഞത്. മുട്ടിച്ച് കൈ മുട്ടിക്ക്. അത്ര ക്ലോസ് ആയിട്ടില്ല. ചെസ്റ്റിന് താഴെ. ചെസ്റ്റ് എവിടെ? കഴുത്തിലാണോ ചെസ്റ്റിന്? പിന്നെ ജിമ്മിലെ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ കെട്ടിയോണല്ല, ജിമ്മിലെ മാസ്റ്ററാണ്. നമുക്ക് വീട്ടില് കൈ വെക്ക്. തിരിച്ചു വേടാക്ക്. അത്രയും വേട എങ്ങനെ ഇത് വെച്ചു. തിരിച്ചിത്രല്ലേ വരുള്ളൂ. എടി ഇത് വെച്ച് ഇതിന്റെ തന്നെ ഒരു ഫിംഗറും കൂടി വരുള്ളൂ. കുറച്ച് ബാക്ക്, കാല് കുറച്ച് ബാക്ക് വയ്ക്ക്. അവിടത്തെ കോച്ച് ഇവിടത്തെ കോച്ചൊന്നും അല്ലത്. 2. ഞാൻ ഇത്തിരി റഫൊക്കെയാണ്. ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. 3 4 5 6 7. നല്ല നേരെ വെച്ച് 8. ചരിച്ച് വെക്കണമെങ്കിൽ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണം. എത്ര? 12 അല്ലേ? 13 14 15 16 17
18, 19, കുറച്ച് ക്ലോസ് ചെയ്തോ, 20. യെസ്, മതി, നിർത്ത്. 3 ഉണ്ട്, 20-ന് 3 ചെയ്യും. ഒരു 30 സെക്കൻഡ് റെസ്റ്റ് എടുത്തോ. ഇത് ചെസ്റ്റിന് നേരണോ ഷോൾഡറിന് നേരല്ല കൈക്കിന്? ചെസ്റ്റ് ഏതാ ഷോൾഡർ ഏതാ? പുങ്ക. 1. ഇതിന് കൈ അവിടെ നിന്ന് പൊക്കണേ. 2, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. യെസ്. കൈ നിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കരുത്. ഓക്കെ, നീ ഇപ്പോൾ ഇവിടെ കൈ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു പോക്കാണ് പോകണം. അങ്ങനെയല്ല, അളവ് കൊടുത്ത് വെച്ചതേ. നീ ഒരു അതിൻ്റെ റെസ്ട്രിക്ഷൻ കൊടുക്കണുണ്ടാവും. 1. അപ്പോഴാണ് മസിൽസ് ലോക്കാവുള്ളൂ അവിടെ. 2. ഇപ്പൊ ഞാൻ ചെയ്യില്ലേ? 3. നീ ചെയ്ത് ഇപ്പം ഞാൻ ചെയ്ത് എങ്ങനെ അറിയാം? ഞാൻ ചെയ്ത് ഇങ്ങനെ, നീ ചെയ്ത് എങ്ങനെ എന്തൊക്കെ? ഓ, സ്പീഡ് കൂടിയാ? സ്പീഡല്ല, ഇങ്ങനല്ല ഞാൻ ചെയ്യാൻ പറഞ്ഞു. അതെ, ഞാൻ ആദ്യമായിട്ട് ചെയ്യുമ്പോ അതിൻ്റെതായിട്ടുള്ള ആദ്യമായിട്ടല്ല, നീ 2-3 മാസം നാട്ടിൽ ജിമ്മിൽ പോയതല്ലേ? ഞാൻ പുഷപ്പ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അവിടെ ഇങ്ങനെ പോയത്? അവിടെ മെഷീൻസ് ആയിരുന്നു. മെഷീൻസ്. മുടി അപ്പുറത്തേക്ക് ഇട്. വയറിൻ്റെ പിടിക്കായി കൈ കുറച്ച് പോക്ക്. ആദ്യം ചെസ്റ്റ് എവിടെ ഇരിക്കണമെന്ന് അറിയോ? എന്റെ നെഞ്ചത്ത്. അല്ല, എന്റെ ചെസ്റ്റ് ഇവിടെയാ, നിന്റെ ചെസ്റ്റ് ഇവിടെയാന്ന് പറഞ്ഞ് എന്റെ ചെസ്റ്റ് ഇതാ. അല്ല, നിന്റെ ചെസ്റ്റ് വരുമ്പോ ഇവിടെ, എന്റെ ചെസ്റ്റ് വരുമ്പോ ഇവിടെ. കണ്ടാ? അതിന് നേരെ വെക്കല്ല, വെച്ച് എന്റെ ചെസ്റ്റ് വെക്കുന്ന ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോ നേരത്തെ ഷോൾഡർ ആന്ന് പറഞ്ഞു. അത് നീ ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഷോൾഡർ ഞാൻ ഇവിടെ വെച്ചത്. നിന്റെ ഇഷ്ടത്തിനടിക്കുന്നത് ഗൈസ്, ഇത് ഭാര്യയായി പോയി. അടിക്കെന്നാ നോക്കട്ടെ. ഇങ്ങോട്ട് അടി. ഓക്കെ അല്ലേ? കുറച്ച് ബാക്കിറക്ക് കാല്, കുറച്ചുകൂടി ചുടുപോട്ടെ, ചുരുടി. മതി, അടി. ദൈവമേ, ക്ഷമ തടഞ്ഞു. 1, 2, 3, 4, 5, പറയും 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. യെസ്, മതി. ഒരു മിനിറ്റ് റിലാക്സ് ചെയ്തു. പിന്നെ ലെഗ് വർക്കൗട്ടിലേക്ക് കിടക്കണം. എന്തിനാ ഫസ്റ്റ് ഡേ ലെഗ് തന്നെയാണെന്ന് അറിയും? എന്തിനാ അറിയില്ലല്ലേ? ഫസ്റ്റ് ഡേ ലെഗ് എന്നൊന്നല്ല, നമുക്ക് ഏറ്റവും ചെയ്യാൻ കുറച്ച് മടുപ്പുള്ളതാണ് ലെഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വിചാരം ലെഗ് ഭയങ്കര ഹാർഡാണ്, ലെഗ് വായി ചെയ്യാൻ മടിയാണ്, ലെഗിനോട് വെറുപ്പാണ്. അപ്പം മടിയും വെറുപ്പുള്ളത് ആദ്യം ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ഫസ്റ്റ് ലെഗ് തന്നെ. അല്ലെങ്കിൽ നീ ലെഗ് ചെയ്യണവർ പിന്നെ തുടങ്ങൂല. ലെഗിൽ ഫസ്റ്റ് തുടങ്ങി പോവുകയാണെങ്കിൽ ബാക്കിയെല്ലാം എളുപ്പമാണ്. മനസ്സിലായോ? ചോദിക്കും. ഓക്കെ, കാലുണ്ടോ? ഈ ഷോൾഡറിൻ്റെ അളവിൽ കാല് വെച്ചിട്ട് കുറച്ച് വൈഡ് വയ്ക്കുക. ഓക്കെ, കൈയോടെ. ഓക്കെ, ബമ്പ് കണ്ട ബാക്കിലോട്ടിരിക്കണം. 1 കണ്ട 1. ഇതിപ്പോൾ മുട്ട് ഫ്രണ്ടിലേക്കാണ് പോണേ. ഞാൻ പറഞ്ഞത് മുട്ട് ഫ്രണ്ടിലേക്ക് പോകാനല്ല പറഞ്ഞത്, ബമ്പ് ബാക്കോട്ട് വേണ്ട. ഇത് ബമ്പാന്ന് ചോദിച്ചു. നീ ചെയ്യണം എങ്ങനെ പറയും? ഇതല്ല പറഞ്ഞത്. കണ്ട ബമ്പ് ബാക്കോട്ട് പോട്ടെ. 1, 2, 3, 4, 5, 6, ബമ്പൊന്നും ഇല്ല. 7, അടി. 7, 8, അതും ആക്കി തരോ? 9, 10. അവിടെ ഹോൾഡ് അവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ് ചെയ്യും. ഞാൻ അടുത്ത് നോക്കൂ. ഓക്കെ, റെഡി? 1, കുറച്ച് വൈഡാക്കിയിട്ട് 2, അടി.
ഒന്നുകൂടെ കാണിച്ചേ. ദേ 1. ഇത് ചെയ്യുമ്പോൾ ഈ കാല് കണ്ട സ്ട്രെയിറ്റ് വരണം. ഓക്കെ, ആ താഴെ കുത്തണം. ആ കുത്തണം. ടച്ച് ചെയ്യണം, കൊണ്ട് ഇടിക്കണ്ട. ജസ്റ്റ് ടച്ച് ചെയ്ത പോലെ ആക്കിയാൽ മതി. അടി. 1. അടുത്ത കാല് 1 2. ഇനി 2 വൈഡാകും. ഒന്നുകൂടി ആട്. നമ്മൾ ബാക്കിൽ തന്നെ പോകണം. ആ 2. ഇനി അതുപോലെ 3. മറ്റൊരു ലഞ്ചസിൻ്റെ പോലെ 3 3 3 4 5 5 6 7 7. അത്രയും പേരുണ്ട്. 8 ഓവറായി. 9 9 10. ഹോൾഡ് 1 2 3 4 4 ആയുള്ളൂ. ആക്കി അടി 4 5 6 7 8 9 10. ഈ സമയത്തിൽ എണ്ണാൻ പറ്റുള്ളൂ. ഇപ്പം ചെയ്ത ഈ സംഭവമില്ലേ 100 കൂടി ഉണ്ട്. ഇനി ഞാൻ പറഞ്ഞു തരില്ല, അത് ചെയ്യണം. 1 2 യെസ് 3 4 5 6 7 8 9 10. മുട്ട് ഫ്രണ്ടിലേക്ക് പോലെ ഹോൾഡ് 1 2 3 4 5 6 7 8 9 10. മുട്ട് ഫ്രണ്ടിലേക്ക് പോയ ലോഡ് മൊത്തം മുട്ടിലോട്ട് പോകും. ഗ്ലൂട്ട്സ് വേണം, ബട്ടക്സ് വേണമെന്നുണ്ടെങ്കിലൊക്കെ മാക്സിമം ബാക്കോട്ട് ഇരുന്നാലാണ്ട് ബട്ടക്സ് ഇതൊക്കെ ടോൺ ചെയ്യാൻ പറ്റും. ആ മുട്ട് ഇങ്ങനെ അങ്ങനെ ശരിയാവണം. അതുകൊണ്ടാ ഫസ്റ്റ് പറഞ്ഞായിരുന്നു. അടുത്തടി ആ ലഞ്ചസ് അടി 1 1 2 ആ ഇവിടെ 3 3 4 5 5 അടി 6 അടി 6 അടി 6 അടി ഇല്ല 6 അടി. ഇത് കഴിഞ്ഞ റെസ്റ്റ് എടുത്തോ. 6 ഇത്രയും വേണ്ടി വേണമെന്ന് ഞാൻ പറഞ്ഞു. ആ 7 അടി 7 7 8 9 അടി 9 9 എടക്ക് 10. ഹോൾഡ് 1 2 ഹോൾഡ് ചെയ്തോ. ഒരു പറ്റില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ചെയ്യുമ്പോൾ കരച്ചിലും വീഴ്ചയിലൊന്നും നടക്കില്ല. ഇത് സ്വന്തം ഭാര്യ ആയാലും ആരായാലും കറക്റ്റടിക്കണം. സാവകാശമൊക്കെ തരടി. ഫസ്റ്റ് ഡേന്ന് ഇപ്പോഴേ ശീലിച്ച് പോയാൽ അപ്പോഴത്തേക്ക് ഓക്കെ ഉള്ളടി. ഇപ്പോഴേ ഹോൾഡ് കുറച്ചുകൂടെ ആ ഓക്കെ ഹോൾഡ് 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. ഇനി കുറച്ച് റെസ്റ്റ് എടുത്തു. ഒരു റൗണ്ടും കൂടി ഉണ്ട്. ഒരു പകയില്ല. കെട്ടിയോളെ ടോൺ ചെയ്യില്ല, കെട്ടിയോളുടെ ബോഡി നോക്കല്ലേ എന്നല്ല നിനക്ക് പരാതി. ഇനി അത് പറയരുത്. ഇതാ എനിക്ക് ചടി ഫസ്റ്റ് ഏതായിരുന്നു? ആ അടി റെഡി ഇവിടെ 1 2 കാല് ഫ്രണ്ടോട്ട് വരുന്നുണ്ട്. പിന്നെ 3 ആ 4 എങ്ങോട്ട് 5 6 7 8 9 10. ഹോൾഡ് 1 2 3 4 5 6 7. ബോഡി 8 9. ബോഡി നേരെ കുറവ് കിടക്കണം. കുറച്ച് ഗ്യാപ്പ് ഇട്ടതാ. അത് ശരി. ബോഡി ടോണും ആക്കണം,
ലോവർ സൈസ് ആക്കണം, ഗ്ലൂട്ട്സ് വേണം, തൈസ് വേണം, എല്ലാം വേണവും താനും. എനിക്ക് അടുത്തടി അപ്പം മനസ്സിലായില്ലേ? ഇത് വെള്ളപ്പങ്ങളുടെ വെള്ളപ്പം ടീം 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 എന്ന് പറഞ്ഞ് കിട്ടില്ല. ഇത് കട്ടപ്പെട്ടെന്നെ കിട്ടുള്ളൂ. തുടക്കായതുകൊണ്ടാ. അടി അങ്ങോട്ട് വൈഡാ. മറ്റേ ഫ്രണ്ടിൽ ലഞ്ച് സോക്കി 1 1 2. അത്രയും വൈഡ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. 3 3 4 5. ഇതിനെ കാലം എത്രയും ബാക്കി പോണേ? ഇത്രയും വൈഡ് കൊണ്ട് നോക്കിയാൽ ഇതിനാ അടുത്ത് വയ്ക്ക്. 5 6. അപ്പം ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കല്ലേ, പോകുമല്ലോ അത്. അടി ബാക്കിയടി. ഞാൻ ജിമ്മിലൊന്ന് വേഷം കെട്ടാണിങ്ങനെ. അടി മര്യാദയ്ക്ക് ചെയ്യും. ഒച്ചയൊന്നും ഉണ്ടാക്കണ്ട്, ആൾക്കാർ പേടിച്ചോളൂ. നേരത്തെ പുള്ളി വെറുതെ ഒന്ന് നോക്കിയത്. അടിച്ചേ അടി. 7 7 8. അടിക്ക് മുക്കി അടിക്കാണ്ട്. 9. ഇത്രമായിട്ട് പോലെന്ന് പറഞ്ഞ 9. വേടേക്ക് കാല്. ബാക്കോട്ടിരിക്കും 1. ഹോൾഡ് ചെയ്യണം. 1 2 3. വീണു കഴിഞ്ഞാൽ 3 പ്രാവശ്യം അടിക്കും. 4 5 6 7 8 no 9 10. ഗൈസ് അതിഭയങ്കരമായി ഇവൾ വിജയിച്ചിരിക്കുന്നു. നാളെ മുതൽ നിൽക്കേണ്ട തട്ടകത്തിലേക്ക് സ്വാഗതം. ഗൈസ് അപ്പം ലെഗിനാകെ കുറച്ച് വർക്കൗട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ചുമ്മാ ബോഡി വെയിറ്റ് മാത്രം. മെഷീനറീസ് വർക്കൗട്ടോ അല്ലെങ്കിൽ അൾട്രാ എയർ വർക്കൗട്ടുകളൊന്നും കൊടുത്തല്ല. നാളെ മുതൽ നമ്മൾ പതുക്കെ മെഷീനിലേക്കൊക്കെ ചേർക്കുന്നതായിരിക്കും. ഇത് വിജയകരമായി നീ പൂർത്തിയാക്കിയ സ്ഥിതിക്ക് നാളെ മുതൽ ഹൾക്കൻ്റെ തട്ടകത്തിലേക്ക് നിനക്ക് സ്വാഗതം. സ്ട്രെച്ചിങ് ഇല്ലേ? സ്ട്രെച്ചിങ് ഉണ്ട്. സ്ട്രെച്ചിങ് എന്തായാലും ഉണ്ടല്ലോ. വർക്കൗട്ട് കഴിഞ്ഞാൽ സന്തോഷമാണ്. ഇനി നമുക്ക് ഇവളുടെ ലെഗ് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. കാരണം നാളെ പെയിൻ വന്ന് ഇവൾ ചിലപ്പോൾ കട്ടിൽ തന്നെ കിടക്കും, കാഴ്ചയിലും വീട്ടിലൊക്കെ ഉണ്ടാവും. ഇവിടുത്തെ കഴിഞ്ഞു എന്ന് കരുതിയിട്ട് റൂമിൽ കയറുന്നിട്ട് നാളെ പെയിനാണ് വേദന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വർക്കൗട്ട് തരില്ല, ഇനി വർക്കൗട്ട് തരില്ല. ഓക്കെ, നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പോകും. ഗൈസ് അപ്പോഴത്തെ സിമ്പിളാണ് ഉണ്ടാകും. ഫസ്റ്റ് ഡേ അല്ലേ, വലിയ മലമറിക്കാണെന്ന് ഞാൻ കൊടുത്തില്ല. പക്ഷെ ഇതിൽ തന്നെ വീണുപോയി. എന്നാലും ചെയ്തു, പക്ഷെ കുഴപ്പമില്ല. ലെഗിൻ്റെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ബാക്കിയെല്ലാം അവൾ ചെയ്തോളൂ. ബാക്കിയൊന്നും വലിയ വിഷയമുള്ള കേസല്ല. ഓക്കെ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഇനി നമുക്ക് സ്ട്രെച്ചിങ് ആണ്. സ്ട്രെച്ചിങ് വലിയ കാര്യമായിട്ടുള്ള സ്ട്രെച്ചിങ് ഒന്നുമില്ല, സിമ്പിൾ സ്ട്രെച്ചിങ് ആണ്. അപ്പോൾ സ്ട്രെച്ച് ചെയ്ത് വിടുന്നതെന്ന് വെച്ചാൽ മസിലൊന്ന് ലൂസാക്കി വിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ന് ചെയ്തതിൻ്റെ നാളത്തേക്ക് നല്ല പെയിൻ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഭാര്യയിൽ ആരായാലും സ്ട്രെച്ചിങ് ഞാൻ വർക്കൗട്ട് വേണ്ടി ഞാൻ കൊടുക്കൂട്ടോ ആരായാലും. കാരണം പിറ്റേ ദിവസത്തേക്ക് ഒരു മടി വരാനും പെയിൻ വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. സ്ട്രെച്ചിങ് ഉണ്ടെങ്കിൽ ഒരുവിധം പെയിനൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും. ഓക്കെ, ഞാൻ കാണിച്ചാൽ നല്ല ചെയ്യണം. ബാ, കയ്യിൽ ലോക്ക് ചെയ്യുക. കാരണം കാലിത്രയും നീ ഇരിക്കേണ്ട, ഞാൻ കാണിച്ചു തരാം. കാലിത്രയും വൈഡ് ചെയ്യുക. ഓക്കെ ഓക്കെ, ലെഗ് ടൈറ്റ് ചെയ്യുക. വേണ്ട വീണ്ടും ഇത്രയും ചെയ്തിട്ട് ഇത്രയും നേരത്തെ ഇരുന്ന പോലെ അല്ലോ ഇത് ഇത്രയും ഫുള്ള് സ്ട്രെച്ച് ആയിട്ട് ഇരിക്കണം. ഓക്കെ, കൈ വലിച്ചോ, എൻ്റെ കയ്യിൽ നിന്ന് വലിച്ചോ. കാല് വേടക്ക്. ഫ്ലൂട്ട്സ് ബാക്കിലോട്ട് വേണം, കാലല്ല. ഇരിക്കി കുറച്ച് വൈഡാക്കി കാത്ത കാല്. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. എണീക്ക്, കിടക്ക്. മലർന്നാ കമന്നാ? മലർന്ന്. ഓക്കെ അല്ലേ? പതുക്കെ ആ കാലം നിർത്തി വെച്ചോ, കൈരണ്ടും നിർത്തി വെച്ചോ. ഈ കാലം മാത്രം നോക്കി. ഓക്കെ, ഒച്ച നിൽക്കണ്ട. അലങ്ങാണ്ട് ഒടിയൊന്നുമില്ല. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഫ്രീ കിട്ടും. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഫ്ലെക്സിബിൾ ആണ് വിചാരിച്ചോടെ. 4 5 8 9 10. ഞാൻ ഇതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. കൊള്ളാലോടി പെണ്ണേ. ഞാൻ ചെയ്യല്
ശരി. 1 2 3 4 5 7 8 9 10. വിചാരിച്ച പോലെ അല്ല. ഇവിടെ ഒരു കരച്ചിൽ ചിലപ്പോൾ കേൾക്കും. വെറുതെ കാല് ഫ്രീ കിട്ടും 1 2 3 4 5 6 7 8 9 10. എടുക്ക്. ഇത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഇതുപോലെയാണല്ലോ ഇനി എല്ലാ പെണ്ണുങ്ങളെ സ്ട്രെച്ച് ചെയ്യണമെന്ന് ചോദിക്കാൻ നിൽക്കരുത്. അതെനിക്കറിയാം, നീ ഇതേപോലെ തന്നെ ചെയ്യണേന്ന്. അതെന്റെ പാർട്ട് ഓഫ് മൈ ജോബാണ്. ഐ നോ ദാറ്റ്. ഓക്കെ, ഔട്ട് ഓഫ് ജോബ് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 6 7 8 9 10. അതും പാർട്ട് ഓഫ് ജോബാണ്. 1 2 3 4 5 7 8 9 10. ബോഡി മാത്രം റിലാക്സ് ആയി മതിയാ, മൈൻഡ് റിലാക്സ് ആക്കണ്ടേ? ഇതിനുള്ള ഉത്തരം ഞാൻ റൂമിൽ ചെന്നിട്ട് 1 2 3 4 5 7 8 9 10. ഓക്കെ, 1 2 3 4 5 7 8 9 10. ഓക്കെ, 1 2 നേരെ 5 6 7 8 9 10. ഓക്കെ, കമഴ്ന്നോളൂ. ഇനി കുക്കുടാസനം. ശവാസനം ലാസ്റ്റ്. ഓക്കെ, ആ കാലിൻ്റെ മുതിക്ക് പോക്കെ. റെഡി? 1 2 3 4 5 7 8 9 10. 1 2 3 4 6 7 8 9 10. പതുക്കെ കാലം നിർത്തിച്ചു. ഈ കാലം നിർത്തി അതർത്തന വെച്ചു. ഓക്കെ, 1 2 3 4 7 8 9 10. ഈ കാലം ഓക്കെ, പതുക്കെ 1 2 3 5 6 7 8 9 10. നടു ഫ്രീ ആക്കിരണേ. ഓക്കെ, റെഡി? ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? 1 2 3 4 5 7 8 9 10. യെസ്. ഓക്കെ, കൈ കുത്തിന്. കൈ താഴെ കുത്തിയിട്ട് എന്താ അവിടെ നിർത്തിക്കോ. കോബ്ര എന്ന് പറയുന്നത്. കോബ്ര 10 വിടർത്തും പോലെ. യെസ്. 1 2 3 4 5 6 7 8 9 10. നേരെ ബാക്കിലേക്ക്. കൈ ഇവിടെ നിന്ന് അങ്ങരുത്. 1 2 4 5 6 7 8 9 10. കിടക്ക് നേരെ. കിടന്നോ. ലാസ്റ്റാ. 2 കാല് ക്യാച്ച് കൈ കൊണ്ട്. ഹെഡപ്പേ. 1 2 3 4 5 6 7 8 9 10. ഇരിക്കണം. ആ, ചമ്പരം പഠിച്ചിരിക്കും. ഇങ്ങോട്ട് ഇരിഞ്ഞിരിക്കും. 2 കാലം മുട്ടിച്ചേക്ക്. കാൽപാദം 2 മുട്ടിച്ചേക്ക്. യെസ്. ഓക്കെ, ഓക്കെ അല്ലേ? റെഡി? പെട്ടെന്ന് യൂട്ടസ് ഒന്നും പുറത്തു പോയില്ല. 1 2 3 4 5 6 7 8 9 10. കഴിഞ്ഞിരിക്കണു. എണീക്കാം. എങ്ങനെയുണ്ട്? സുഖമില്ലേ? നല്ല സുഖമുണ്ട്. ഓക്കെ, ഇതെടുത്തോട്ട് കൊണ്ടുവച്ച പോട്ട്. ഞാനെടുത്തെങ്കിലും കൊണ്ടുവയ്ക്കണം എന്ത് ചെയ്യണം? ചൊല്ലേ കൊണ്ടുവയ്ക്ക്. ഒരു മൂരാച്ചി മാസ്റ്റർ അല്ല ഗൈസ്. അങ്ങനെ പെണ്ണുമ്പിള്ളയെ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ട് ഹസ്ബൻഡിയുടെ വ്ളോഗ് പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ട്രെയിനിങ്ങിൻ്റെ വീഡിയോ ഒന്ന്. കുറേ പേര് ചോദിച്ചു. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡേ 1. ഇനി കുറച്ച് കുമ്പം കൂടി കുറയ്ക്കാണ്ട്. ടൈറ്റായിട്ട് മനസ്സിലാവാതെ ഇവിടെ ഒന്ന് വെയിറ്റ് തീറ്റ കൂടിയെന്ന് പറഞ്ഞല്ലോ. തീറ്റ കൂടിയപ്പോൾ വയറും ചാടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കൗട്ടൊക്കെ വഴിയേ വരുന്നതായിരിക്കും. ഇന്ന് ഫസ്റ്റ് ഡേ ആയിട്ട് നമ്മൾ കൊടുത്താണ്. പക്ഷെ അത് വിജയകരമായി പൂർത്തിയാക്കി. ഏകദേശം 45 മിനിറ്റ്സ് എടുത്തു. ഞാൻ അരമണിക്കൂർ തീരുന്നു വിചാരിച്ചത്. പക്ഷേ 45 മിനിറ്റ് എടുത്തു തീരാനായിട്ട്. 45 മിനിറ്റും കട്ടയ്ക്ക് പിടിച്ച് വന്നു. ഞാൻ വിചാരിച്ച പോലെ അല്ല. കളി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കൂടെ തീരാണ്. ഓക്കെ,
ഇതിൻ്റെ കരച്ചിലും വീട്ടിൽ നാളെ എന്തായാലും ഉണ്ടാവും. നാളെ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും പ്രതീക്ഷിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലെങ്കിൽ വിചാരിച്ച പോലെ ഇവിടെ കില്ലാടിയാണ്. എൻ്റെ അളവക്ക് മീതെയാണ് ഇപ്പോൾ ഇവിടെ നിന്നേക്കണേ. ഞാൻ പ്രതീക്ഷേനെ അപ്പുറം പോയിട്ടുണ്ട്. മറ്റേത് ഞാൻ വിചാരിച്ച ലെഗിൻ്റെ ഫസ്റ്റ് സെറ്റ് കഴിയുമ്പോഴേക്കും അയ്യോ ചത്തനമ്പോ കിടക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടം വരെ എത്തി. അതിൽ തന്നെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പം ഇനി തുടർന്നുള്ള വ്ളോഗുകളിൽ വർക്കൗട്ടിൻ്റെ വീഡിയോസ് ഉണ്ടാവും. ഫുഡിൻ്റെ ഇപ്പോഴത്തെ ഫുഡ് ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ ഫുഡ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊന്നല്ല കേട്ടോ. നമ്മൾ മന്തി ബിരിയാണി എല്ലാം കഴിച്ചിട്ടാണ് ഇപ്പം 50 kg ആക്കിയത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഹെൽത്തി ആയിരിക്കും. അതായത് ഓയിൽ പതുക്കെ കുറയ്ക്കും. ഷുഗർ എന്തായാലും ഫസ്റ്റ് കട്ട് ചെയ്യും. ഷുഗർ ഫസ്റ്റ് കട്ട് ചെയ്യും. ഇതൊക്കെ നിർത്തി, ഫീഡിങ് ഒക്കെ നിർത്തി. അപ്പം ഇനി ഇവിടുത്തെ വീഡിയോസിൽ ഫുഡ് എന്താണ്, ഷുഗർ എങ്ങനെ കട്ട് ചെയ്യാം. ഫസ്റ്റ് ഷുഗർ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഷുഗർ കട്ടിങ് തുടങ്ങണം നല്ലത്. അവിടെ നിന്ന് അങ്ങോട്ട് ടൈറ്റ് ചെയ്താൽ മതി. ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞ് ചായ കൂടിയൊക്കെ നിർത്തി സെറ്റായി കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ വരുന്നത്. ഷുഗർ കട്ട് ചെയ്യുമ്പോൾ എനിക്കുള്ള പ്രശ്നം ഞാൻ പറഞ്ഞു തരാം. നല്ല തലവേദന, 2 ആഴ്ച തലവേദന എടുക്കും. അപ്പോൾ ഷുഗർ കട്ടിങ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഇത് ഷുഗർ കട്ടിങ്ങിൽ നമ്മൾ ഡയറ്റ് തുടങ്ങാനായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോസ് വഴി വരും. ഇതുവരെ വീഡിയോസൊക്കെ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് നന്ദി. തുടർന്ന് വീഡിയോസ് ഉണ്ടാവും. അതുവരേക്കും ബൈ ബൈ.